കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം 16ഓളം സംവരണ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ വെറും 2 മണ്ഡലങ്ങൾ മാത്രമാണ് UDFിൻ്റെ കൈകളിലുള്ളത് എന്നുള്ളതാണ് പ്രത്യേകത. മലപ്പുറത്തെ വണ്ടൂരും വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയും മാത്രം. ബാക്കിയെല്ലാം ഇടതുപക്ഷത്തോട് ചാഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ സംഭവിക്കാൻ തന്നെ കാരണം UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്, ഈ മണ്ഡലങ്ങളെ ഒരു 2ാം തരം മണ്ഡലമായി കാണുന്നു എന്നുള്ളതാണ് സത്യം. അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താനോ അല്ലെങ്കിൽ അതതു മണ്ഡലങ്ങളിൽ യോജിച്ച സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് മണ്ഡലത്തിൽ സജീവമാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇത്തവണ അതിനൊരു മാറ്റം വരണമെന്ന കർശന നിർദ്ദേശം AICC നൽകിക്കഴിഞ്ഞു. അതുപ്രകാരം വളരെയധികം പ്രതീക്ഷ വെക്കുന്ന 2 മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയും പാലക്കാട് ജില്ലയിലെ കോങ്ങാടും. കോങ്ങാട് ആദ്യം പേര് വന്നിരുന്ന രമ്യ ഹരിദാസ് എന്ന മുൻ MP ബാലുശ്ശേരിയിലേക്ക് മാറുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം രമ്യ ഹരിദാസ് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം സ്വദേശിയാണ്. അവരുടെ മണ്ഡലത്തിൽ നിന്നും 15 കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ ഈ ബാലുശ്ശേരി മണ്ഡലത്തിലേക്ക്. അതുകൊണ്ട് ജന്മനാട്ടിൽ തന്നെ ഒരു പോരാട്ടം ഉറപ്പിക്കുകയാണ് മുൻ ലോകസഭാ MP കൂടിയായ രമ്യ ഹരിദാസ്. അപ്പോഴാണ് കോങ്ങാട് ആര് എന്ന ചോദ്യം ഉയർന്നു വരുന്നത്. കോങ്ങാട്ടേക്ക് ഏറ്റവും സമർത്ഥനായ ഒരു അഭിഭാഷകനെയാണ് അങ്ങനെ കോൺഗ്രസ് കണ്ടുവച്ചത് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് എന്നും മുതൽ കൂട്ടായ ദളിത് യുവജന നേതാവ് അഡ്വക്കേറ്റ് K. ശിവരാമൻ. കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നും KSU നേതാവായി കടന്നു വന്ന ശിവരാമന് കോങ്ങാട് മണ്ഡലത്തിൻ്റെ ചുമതല ഒരുപാട് തവണ നൽകിയതാണ്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ കൂടിയാണ് ഈ യുവ നേതാവ്. ദാരിദ്ര്യത്തിൻ്റെ നടുവിലും പത്രവിതരണവും കൂലിപ്പണിയും നടത്തി വിദ്യാഭ്യാസവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും നടത്തിയ ഒരു നേതാവെന്ന നിലയിൽ ഈ പൊന്നാനിക്കാരനെ പാർട്ടി നേതൃത്വത്തിന് തന്നെ വലിയ മതിപ്പായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ എന്നുള്ള നിലയിൽ പാലക്കാട്ടെ ഒരു സ്ഥാനാർത്ഥിയാകുന്നത് ഷാഫി പറമ്പിലിനും ശിവരാമൻ്റെ പേരിന് പിന്തുണ നൽകുകയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ കോഴിക്കോട് ജില്ലാ KSU ജനറൽ സെക്രട്ടറിയായും അതിനുശേഷം ഹൈബീഡൻ സംസ്ഥാന അധ്യക്ഷനായ കമ്മിറ്റിയിൽ KSUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചയാളാണ് ശിവരാമൻ. KSU നടത്തിയ പാഠപുസ്തക സമരത്തിൽ ഹൈബി ഈഡനൊപ്പം തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലും അദ്ദേഹം കിടന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഭരണത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായും കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ശിവരാമൻ. രാജ്യത്താദ്യമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വയനാട്ടിൽ ഗോത്രവർഗ പഠന കേന്ദ്രം പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്ഥാപിച്ച് ഭരണമികവ് തെളിയിച്ചൊരു വ്യക്തി കൂടിയാണ്. വയനാട്ടിൽ ഗോവർഗ പഠന കേന്ദ്രം സ്ഥാപിച്ചതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും സുൽത്താൻ ബത്തേരി പഞ്ചായത്തിൻ്റെയും പ്രത്യേക പ്രശംസയും അംഗീകാരവും നേടിയ നേതാവ് കൂടിയാണ് ശിവരാമൻ. ദളിത് ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേക സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും വിദ്യാർത്ഥി പോർട്ടലും കോളേജുകളിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലന പരിപാടിയും നൽകി മികച്ച മാതൃക കാട്ടിയ നേതാവ് കൂടിയാണ് ശിവരാമൻ. സംസ്ഥാന യുവജന കമ്മീഷൻ അംഗമായിരിക്കെ കേരളത്തിലെ ദളിത് ഗോത്രവർഗ വിഭാഗത്തിന് വേണ്ടി നിരവധി കർമ്മ പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നു. ജയിലുകളിൽ കഴിയുന്ന ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ദളിത് ഗോത്ര വിഭാഗം യുവജനങ്ങളുടെ മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രത്യേക പരിപാടികളും ഇദ്ദേഹം നടപ്പിലാക്കി. പൊതുപ്രവർത്തനത്തോടും അഭിഭാഷക ജീവിതത്തോടും ഒപ്പം സർക്കാരിൻ്റെ മികച്ച കർഷക അവാർഡ് കൂടിയും നേടിയ അങ്ങനെ മാതൃക കാണിച്ചൊരു പ്രവർത്തകൻ കൂടിയാണ് അഡ്വക്കേറ്റ് K. ശിവരാമൻ. ഏതായാലും കോങ്ങാട് എന്ന ഒരു കർഷക ഗ്രാമത്തിനും കർഷക മണ്ഡലത്തിനും ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി കൂടിയാണ് ശിവരാമൻ. തനിക്ക് ലഭിച്ച അധികാരങ്ങൾ അത്രയും കേരളത്തിലെ സാധാരണക്കാർക്കായി മാറ്റിവെച്ചൊരു ജനകീയ യുവജന നേതാവ് എന്നുള്ള നിലയിൽ ഏറെ കഷ്ടത അനുഭവിക്കുന്ന കോങ്ങാട്ടുകാർക്ക് വലിയ തണലായി മാറും ഈ നേതാവ് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും വിശ്വാസം. പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് സതീശൻ പാച്ചേരി മത്സരിക്കുമ്പോൾ തന്നെ കോങ്ങാട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. അങ്ങനെ മുക്കും മൂലയും കോങ്ങാട് മണ്ഡലത്തിൽ നന്നായി അറിയാവുന്ന നേതാവ് കൂടിയാണ് ശിവരാമൻ. അതുകൊണ്ട് തന്നെ KPCCയുടെ താൽപ്പര്യപ്രകാരം ശിവരാമൻ കോങ്ങാട് സ്ഥാനാർത്ഥിയാകും എന്നാണ് അറിയുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന കോങ്ങാട് മണ്ഡലത്തിൽ UDFന് ഇത്തവണ ഏറെ സാധ്യതയും കൽപ്പിക്കുന്നുണ്ട്.